അതിഥി നമ്പൂതിരി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും രണ്ടാനമ്മ റംല ബീവിയെയുമാണ് ശിക്ഷിച്ചത്. ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 7 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച ഹർജിയിൽ വിധി വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക്, അതായത് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗം എന്ന ദൈവിക അന്തർജനത്തിനും ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ. മാത്രമല്ല, സർക്കാർ ഈ കോടതിയിൽ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ട കേസിലാണ് സർക്കാർ വീണ്ടും കോടതിയിൽ അപ്പീൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് കൊലപാതക കുറ്റം ചുമത്തി തന്നെ ആയിരിക്കണം ഈ പാരന്റ്സിനെതിരെ നടപടിയെടുക്കേണ്ടതെന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അതായത് കോഴിക്കോട് കോടതിയുടെ വിധി അനുസരിച്ചിട്ട് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ ശിക്ഷിച്ചത് എന്നുള്ള കണ്ടെത്തലായിരുന്നു. പക്ഷേ അതേസമയം 16 മുറിവുകളാണ് അതിഥിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി പരിഗണിച്ചിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജീവപര്യന്തം ലഭിച്ചതിലും വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് രണ്ടുപേർക്കും. 2013 അതിഥി കൊല്ലപ്പെടുന്നത്. രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനം കാരണമാണ്, ക്രൂരമായ പീഡനം കാരണമാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തൽ. അങ്ങനെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ, അതായത് അതിഥിയെയും അതിഥിയുടെ അനിയൻ 10 വയസ്സുകാരനെയും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയലത്തുകാരും അതുപോലെ ശിശുക്ഷേമ സമിതിയുടെ ആളുകളും അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി പട്ടി അഴിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിലേറ്റ ക്രൂരമായ മർദ്ദനമാണ്, മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നത്. അതേസമയം വിചാരണ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷകർത്താക്കളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിലാണ് വീണ്ടും സർക്കാർ അപ്പീൽ പോവുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ വീണ്ടും ഹർജി പരിഗണിക്കുകയും ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ജീവപര്യന്തം വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലെത്തിയത്. കൊല്ലം ചടയമംഗലത്ത് ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ചു പൊള്ളിച്ചു. ചടയമംഗലം വയക്കൽ സ്വദേശി റജീല ഗഫൂറിന്റെ മുഖത്താണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. റജീല ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ആയൂർ വഞ്ചിപ്പെട്ടി സ്വദേശിനികളായ റജീല, ഷജീർ ഇരുവരും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. കുടുംബവിരോധത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. റജീലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ അടുക്കളയിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി എടുത്ത് റജീലയുടെ മുഖത്ത് ഒഴിക്കുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള പൊള്ളലാണ് റജീലയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റജീല അഞ്ചലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റജീലയുടെ ഭർത്താവായ ഷജീറിനെതിരെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഷജീറിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് റജീല പോലീസിന് നൽകിയിരിക്കുന്ന ചില മൊഴികൾ നിർണായകമാണ്. ഇതിൽ ചില ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. റജീല പറയുന്നത് തൻ്റെ ശരീരത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ട് എന്ന് ഭർത്താവ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രവാദിനിയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രവാദിനിയെ സമീപിച്ച ഈ ഷജീർ തകിടും ഭസ്മവും ചേർന്ന് തൻ്റെ ശരീരത്തിൽ കെട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് താൻ കെട്ടാനൊന്നും തയ്യാറായില്ല. താൻ മതപഠനം നടത്തിയ ആളാണ്, താൻ ഖുർആൻ വിശ്വസിക്കുന്ന ആളാണ്, ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ താൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഷജീർ ആണ് ഇത്തരത്തിലുള്ള അക്രമം നയിച്ചത്. ഈ മീൻകറി എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നാണ് റജീല പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷജീറിനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. ഗുരുതരമായിട്ട് പൊള്ളലേറ്റ റജീല ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. ഇന്നലെ രാത്രിയിലാണ് മദ്യലഹരിയിലായിരുന്ന മകൻ അമ്മ വിജയകുമാരിയെ കറിക്കെത്തി ഉപയോഗിച്ച് ആക്രമിച്ചു കൊന്നത്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 11:45 സംഭവം. ഭാര്യയുമായി അകന്ന് കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത്.
സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയകുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായതോടെ അജയകുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയകുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും 2 കൈജനബുകളും 2 കാലുകളിലെ ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പികൾ എറിയാനും ശ്രമിച്ചെന്നും സമീപവാസികൾ പറഞ്ഞു. തുടർന്ന് നേമം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇയാൾ അങ്ങ് നടക്കുകയായിരുന്നു ആദ്യം. എന്നിട്ട് ഈ മദ്യം എടുത്ത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേക പോലീസ് വന്നു. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയകുമാർ ഇതിനു മുൻപും മദ്യപിച്ച് അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഇയാളെ 5 തവണ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. മരിച്ച വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായിരുന്നു. വിജയകുമാരിയുടെ ഭർത്താവ് മോഹൻകുമാർ നേരത്തെ മരിച്ചു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം.